നമസ്കാരം. ഗതാഗത വാർത്തകൾ. സാങ്കേതിക വിദ്യയിലൂടെ പൊതുജന സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കിയതിന് കേരള മോട്ടോർ വാഹന വകുപ്പിന് ടെക്നോളജി സഭ എക്സലൻസ് അവാർഡ് ലഭിച്ചു. വകുപ്പിന്റെ നൂതന ഡിജിറ്റൽ സംരംഭമായ MVD ലീഡ്സ് ആപ്പിലൂടെ കൈവരിച്ച മികവിനാണ് ഈ അംഗീകാരം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം IPS അവാർഡ് ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ മൊബിലിറ്റി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷകൾക്ക് പ്രതിവർഷം 30,000 രൂപ സബ്സിഡി നൽകുന്നു. ആദ്യം അപേക്ഷിക്കുന്ന 1000 പേർക്കാണ് സബ്സിഡി അനുവദിക്കുന്നത്. അവയിൽ വനിതകൾക്കായി 500 എണ്ണം സംവരണം ചെയ്തിരിക്കുന്നു. 1/4/2019 മുതൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് പാസഞ്ചർ ഓട്ടോറിക്ഷ ഉടമകൾക്ക് അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ റോഡ് സുരക്ഷ കൂടി ഉൾപ്പെടുത്തണം എന്ന പ്രഖ്യാപിത സർക്കാർ നയത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ റോഡ് സേഫ്റ്റി കാഡറ്റ് പദ്ധതിക്ക് തുടക്കമായി. മോട്ടോർ വാഹന വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി പങ്കാളികളാകുന്ന ഈ പദ്ധതി വിദ്യാർത്ഥികൾക്കിടയിൽ പുതിയ ഒരു റോഡ് സംസ്കാരം രൂപപ്പെടുത്തുവാൻ ഉതകുന്നതാണ്. റോഡ് സേഫ്റ്റി കേഡറ്റിന്റെ ആദ്യ ബാച്ചിന്റെ ഉദ്ഘാടനം നിയമസഭാ കവാടത്തിന് മുന്നിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ചേർന്ന് നിർവഹിച്ചു. മാവേലിക്കര കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി സ്കൂളിലെ 30 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ആദ്യ ബാച്ച് മന്ത്രിമാർക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. ചടങ്ങിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജു ചകിലം IPS, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഉമേഷ് IAS, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡോക്ടർ പ്രമോദ് ശങ്കർ IOFS എന്നിവർ പങ്കെടുത്തു. കേരളത്തിലെ യാത്രാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പും പ്രമുഖ മൊബിലിറ്റി പ്ലാറ്റ്ഫോമായ റാപ്പിഡോയും ചേർന്ന് റാപ്പിഡോ ശക്തി, പിങ്ക് മൊബിലിറ്റി എന്നീ പദ്ധതികൾക്ക് രൂപം നൽകി. സംസ്ഥാനത്തെ വാഹനങ്ങൾക്ക് പുകപരിശോധന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് വാഹന ഉടമയുടെ ഫോണിലേക്ക് വരുന്ന OTP നിർബന്ധമാണ്. ഉടമസ്ഥാവകാശം മാറ്റാതെയും മൊബൈൽ നമ്പർ RC ബുക്കുമായി ലിങ്ക് ചെയ്യാതെയും ഉപയോഗിക്കുന്ന വാഹന ഉടമകളെ ഉദ്ദേശിച്ച് അന്യസംസ്ഥാനത്തിൽ നിന്നും വ്യാജമായി പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകുന്ന സംഘം കേരളത്തിൽ വ്യാപകമായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജരേഖ ചമയ്ക്കൽ പോലുള്ള കൃത്യങ്ങൾക്ക് ക്രിമിനൽ നടപടികളും വാഹനത്തിന്റെ RC ബുക്ക് റദ്ദു ചെയ്യുക മുതലായ നടപടികളും നേരിടേണ്ടി വരുമെന്നതിനാൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും വാഹന ഉടമകൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് അറിയിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ വനിതാ സാരഥി സംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ആദരിക്കുന്നതിനും ഈ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകളെ ആകർഷിക്കുന്നതിനുമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത വാർത്തകൾ വീണ്ടും അടുത്ത തവണ.